ഹായ് ഗായ്സ്. ചാനൽ ഞങ്ങൾ നല്ല തിരക്കിനിടയിൽ ഗുരുവായൂർ നിന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതെ, ഇന്നത്തെ വ്ലോഗ് ഞങ്ങളെ ഗുരുവായൂർ വ്ലോഗ്. ആനപ്പന്തിയൊക്കെ പോയി രാവിലെ ഉച്ചക്കാകുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് റെഡിയായി. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്ന ആദ്യം കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാന്ന് വെച്ചാൽ ആദ്യം മമ്മിയൂർ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഗുരുവായൂർക്ക് വരാം. അതെ, അപ്പം ഇനി ഞങ്ങൾ ഫിൽറ്റർ കോഫി ആൻഡ് കോൾഡ് കോഫി കുടിക്കാത്ത തന്നെ അത് കുടിക്കാൻ പോവാം. അപ്പം ഇനി നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. അത് അപ്പോൾ അത് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, തമ്പനയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക വേറെ കാര്യം. അപ്പോൾ ശരി, വഴിയെ കാണാം. നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഗുരുവായൂർ ആനക്കോട്ടയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആനക്കോട്ട കാണാനും ആനേനെ കാണാനും ഒക്കെ. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല പേടിയാണ് ആനേനെ. എൻ്റെ പോലുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ഒരു പരിധി വിട്ടിട്ടല്ലാതെ എനിക്കതിനെ ഒരു എൻജോയ് ചെയ്യാനോ കാണാനോ ഒന്നും പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി ഇഷ്യൂ വരും ആനേനെ കാണുന്ന സമയത്ത്. അച്ചായി ആണെങ്കിൽ ആനപ്രാന്തനാണ്. ഈ ആനപ്രേമി ഗ്രൂപ്പിലൊക്കെ ഉള്ള അങ്ങനത്തെ ടീമാണ് അച്ചായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. കാണാനൊക്കെ ഭംഗിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്തോ ഒരു പേടിയാണ്. അത് ആദ്യം മുതലേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുൾ ആനേനൊക്കെ കണ്ടു. ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ, കുറേ എണ്ണത്തിനൊന്നും വയ്യ. ഇത് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ വേണ്ടി. അത് ആ വെള്ളത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് കുളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഡാൻസും അതിനനുസരിച്ച് തന്നെയായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. ചെറിയ കുഞ്ഞാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ, അമ്മമ്മയും അമ്മച്ചനും മാമനും മാമൻ്റെ മക്കളും എല്ലാവരും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ വേറെ കാറും നമ്മൾ വേറെ കാറും, രണ്ട് സ്ഥലത്തുനിന്നും ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ട്രിപ്പിന് രണ്ട് പ്രത്യേകത ഉണ്ട്, വഴിയെ ഞാൻ പറയാം എന്താന്ന്. അങ്ങനെ ആനക്കോട്ടയൊക്കെ കണ്ട് നമ്മൾ രണ്ട് വണ്ടിയിലാണ് തിരിച്ച് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലത്തേക്ക് ഇപ്പോൾ കയറില്ല, ഇനി ഭക്ഷണം കഴിക്കാനാണ് പോകണം. ഉച്ചയുണ്ടായിരുന്നു. അപ്പോൾ പഴയിടത്തിൻ്റെ സദ്യ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ രണ്ടാമതും ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. പിന്നെ ഓൾ ടൈം പഴയിടം ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കഴിക്കും. ഇനി നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. റൂം വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. AC വർക്ക് ചെയ്യുന്നില്ല, കംപ്ലൈൻറ്റ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സാറിൽ ഒരു ദിവസം അല്ലേന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫസ്റ്റ് തന്നെ മമ്മിയൂർ അമ്പലത്തേക്കാണ് പോകുന്നത്. മമ്മിയൂർ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി ഗുരുവായൂർ അമ്പലത്തേക്ക് തൊഴാൻ പോവാറ്. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ താഴെ പറയും. നമുക്ക് വെറുതെ ചുമ്മാ വായിച്ചിരിക്കാമല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. കുറച്ച് പേരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ, പക്ഷേ ആ കുറച്ച് പേര് എല്ലാ വീഡിയോസിലും നല്ല സ്ഥിരമായിട്ട് കമൻസ് ഒക്കെ ഇട്ട് നമ്മളെല്ലാത്തിനും റിപ്ലൈ തരാറുണ്ട്. കാരണം നമുക്കത് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരാനുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയണത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ലവ് മാരേജ് ആയിരുന്നു. ഒരുപാട് വർഷം അവർ വെയിറ്റ് ചെയ്ത് വീട്ടിലെല്ലാവരും സമ്മതിച്ച് സന്തോഷത്തോടെ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വന്ന് തൊഴണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനല്ലാതെ കുറച്ച് വഴിപാടുകളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടി വെച്ച് നടക്കുകയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയ്ക്കൊരു വാൽക്കണ്ണാടി വാങ്ങി കേട്ടോ. അത് പറയാൻ വിടണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ, അടി വെച്ച് നടക്കാം. അപ്പോൾ അങ്ങനെ അടി വെച്ച് നടക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ടെങ്കിലാണല്ലോ ദൈവത്തിനെ സോപ്പിടാറ്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ് ആ ഒരു വഴിപാട് എന്ന് പറയണത്. അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവനും ട്രിവാൻഡ്രത്ത് നിന്ന് നേരത്തെ ചെക്കൻ്റെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരെയും കണ്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ വർത്താനവും ചിരിയും കളിയൊക്കെ ആയിരുന്നു.
അങ്ങനെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒരേപോലെ ആവുക, നമ്മളെ പോലെ തന്നെ ആയിരിക്കുക നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിനോടെന്ന് പറയണത് അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. ഇപ്പോൾ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആദിൽ എന്നാണ് പേര്. അപ്പോൾ അവൻ എൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പർ പോലെ തന്നെയാണ്. ഓരോരുത്തർ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ആ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒരുപോലെ ഉണ്ടാവുക എന്ന് പറയണത്. എൻ്റെ ലൈഫിൽ വളരെ കുറച്ച് നല്ല ഫ്രണ്ട്സേ എനിക്കുള്ളൂ. അത് പക്ഷേ എനിക്ക് ആ ഒരു ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതേപോലെ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സുമാണ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ലക്കിയാണ് കേട്ടോ, നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതിൽ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി. എൻ്റെ അമ്മേന്നൊക്കെ വിളിച്ചു വരുന്നു. ഇന്നെന്നെയാണോ കല്യാണം? സ്വാമി ശരണം, സ്വാമി ശരണം. അതെ, നമുക്ക് ഇനി ഒരു കമ്മലും നാളെ ഇടാനുള്ളത്. കുപ്പിവെള്ളം കിട്ടിയാൽ തീർന്നു പരിപാടി. മുല്ലപ്പൂ. നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. മുത്തുവിന്റെ കല്യാണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു സാരി ഒക്കെ എടുത്തേ. അതെ, ചിങ്കാരി കളക്ഷൻസ് എന്ന് പറഞ്ഞത് റിവ്യൂ ആണ് ഒരു പേജിന് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. സാരിക്ക് നീളമില്ലാണ്ട് ഇവരൊക്കെ എങ്ങനെയാ എടുക്കാൻ നിൽക്കാം. താഴെ പാവാട കണ്ടോണ്ടിരിക്കപ്പോ പെട്ടുപോയി. പക്ഷെ സാരി രസമുണ്ട്, ഭംഗിയൊക്കെ ഉണ്ട്. അതെ, ഇട്ടത് ഇപ്പൊ എന്റെ കുട്ടിയാണല്ലോ, അതുകൊണ്ട് പിന്നെ ഭംഗി ഇല്ലാതിരിക്കില്ലല്ലോ. ഇതാ എന്റെ അളിയൻ. ഞങ്ങൾ രണ്ടാളും സെയിം ആണ്. സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, വൃത്തിയുണ്ട്. അയ്യോ, എല്ലാം എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് മാല നമ്മുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആ സർപ്രൈസ് അല്പസമയത്തിനകം അറിയാം. മുത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല പൊന്നു. സർപ്രൈസ് ഒന്നുമല്ല, പറഞ്ഞിട്ടില്ലല്ലോ എന്താന്ന്. പോവാം. ഞാൻ റെഡി, നീ റെഡി, എല്ലാവരും റെഡി. അപ്പം നമുക്കിന്ന് ഗുരുവായൂരിന്ന് കാണാം അല്ലേ? ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ പറഞ്ഞ പോലെ സാരിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് പറയാം. നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു പേജായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി കല്യാണം തുടങ്ങിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. നടയിൽ വെച്ചിട്ട് ഒരു മംഗൾസൂത്രം കഴുത്തിൽ കെട്ടണം എന്നുള്ളത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. നടയത്തെ തിരക്കാരനെ നടയിൽ പറ്റിയില്ല. പിന്നെ ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടല്ലോ. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നടയുടെ അപ്പുറത്ത് തിരക്കൊഴിഞ്ഞ സ്ഥലത്തുനിന്ന് സമാധാനത്തോടെ താലി കെട്ടി കേട്ടോ. ഇതും ശരിക്കും നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ഞാൻ വല്ലാണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതുപോലെ നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഭംഗിയായിട്ട് നടന്നു. ആ കൈകൊണ്ട് ഈ കഴുത്തിൽ തന്നെയാണല്ലോ കെട്ടിയത്. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. അച്ചായി ഫസ്റ്റ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ബട്ട് പിന്നെ അത് ഓക്കെ ആയിട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാഗ്രഹവും സാധിച്ചു. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ് തന്നെയായി മാറി. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം പറ്റിയിട്ടോ. അങ്ങനെ മുത്തു എന്ന് പറയണതും എനിക്കൊരു ചേട്ടൻ്റെ പോലെ. ഇതാണ് അടുത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആളുടെ കല്യാണം കൂടാനാണ് വന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറയണത് അനുഗ്രഹം വായിക്കണമൊക്കെ കണ്ടില്ലേ, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കണ്ണ് നിറഞ്ഞു. കാരണം എനിക്കൊരു ഏട്ടനില്ല. അപ്പോൾ ഞാൻ മുത്തുവിനെയാണ് എൻ്റെ ഏട്ടനായിട്ട് കാണാറ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഫാമിലി തന്നെ ആയി മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ കുറച്ചൊരു കുട്ടി ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വകയായിട്ട് ഒരു ഓട്ടോമാറ്റിക് വാച്ചായിരുന്നു വാങ്ങിച്ചത്. കാരണം അത് പുള്ളിയുടെ വിഷ് ലിസ്റ്റിൽ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ആ ഒരു ഗിഫ്റ്റ്. കാരണം എന്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഓപ്പോസിറ്റുള്ള ആൾക്ക് കുറച്ച് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങുന്നതല്ലേ. പിന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കൽ പ്രാന്ത് കൂടുതലുള്ള ആളാണ് ഞാൻ. എന്താ അപ്ഡേറ്റ്സ്? കല്യാണം
രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കല്യാണ സദ്യയും പഴയടത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. ഇവർ ട്രിവാൻഡ്രം സൈഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു തലേ ദിവസം ഞങ്ങൾ കഴിച്ച സദ്യയിലെ ഐറ്റംസും ഒന്നുമല്ല പിറ്റേ ദിവസം ഉണ്ടായിരുന്നത്. കാരണം അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാറിയതാണെന്ന് തോന്നി. ഈ പരിപ്പ് ഐറ്റംസിനോടൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു നാരങ്ങ തന്നു കേട്ടോ. എനിക്കറിയില്ല, ഞങ്ങളുടെ സൈഡിലോട്ടൊന്നും ഇല്ല. ഞങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഓരോ നാരങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പെരിന്തൽമണ്ണ ലാൻഡ് ചെയ്തു. നല്ല ടയേർഡായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഹൈപ്പറിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. അത് വേറൊരു കാര്യം. നെക്സ്റ്റ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ പെരിന്തൽമണ്ണ. അപ്പം അച്ഛൻ അത് കാണാമെന്നും പറഞ്ഞിട്ടാണ് സൈഡിൽ കൂടെ പോയത്. 1-2 സാധനം വാങ്ങാണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വാങ്ങിയതുമില്ല. ചുമ്മാ അതൊക്കെ കണ്ട് നടക്കുകയും ചെയ്തു. പക്ഷെ അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ലുലു തന്നെയാണ് നെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ എല്ലാം നടന്ന് കണ്ട് പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് പുതിയ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ ആയിരിക്കുമല്ലോ. ചക്കയും മാങ്ങയും തേങ്ങയും വരെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ചക്കയും തേങ്ങയൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഞെട്ടി പോകും. അങ്ങനെയും വയ്ക്കുന്നുണ്ടോ കറക്റ്റായിട്ട് അതുപോലെയെന്ന്. പിന്നെ ബില്ലിംഗ് കൗണ്ടറിലും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ എവിടെ ചെന്നാലും സ്ട്രോബെറി ഉണ്ടോയെന്ന് തപ്പും, സ്ട്രോബെറി കണ്ടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങയും ചക്കയൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മീൻ, പ്ലാന്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ചെടീനോട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഭ്രാന്ത് കൂടിയിട്ടുണ്ട്. പ്രായമാവുന്നതിൻ്റെ ആണെന്ന് സംശയമുണ്ട് എനിക്ക്. എൻ്റെ പോലെയുള്ള ആൾക്കാർ കമൻറ്റ് ബിലോ. ഒരു സമാധാനത്തിന് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് ഒന്നുമില്ല, കറങ്ങലൊക്കെ കഴിഞ്ഞു കേട്ടോ. വീഡിയോ വേണ്ടേ? ഇപ്പം ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് ഒന്ന് ഗുരുവായൂർ ട്രിപ്പ് ഞങ്ങളിതാ പെരിന്തൽമണ്ണ എത്തിയിരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.